ഞാൻ പാലക്കാടിൻ്റെ വ്യവസായ തളർച്ചയെക്കുറിച്ച് പറയുന്നില്ല, അതിവിടെ രാമേന്ദ്രേട്ടൻ സൂചിപ്പിച്ചു. പാലക്കാടിനെ സംബന്ധിച്ചോളം വരുന്ന കാലം വലിയ പ്രതീക്ഷയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാടിനായിട്ട് 3500 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്മാർട്ട് സിറ്റി പൂർണ്ണമായിട്ടുള്ള തോതിൽ പാലക്കാട് നടപ്പാക്കപ്പെട്ടാൽ, സമയബന്ധിതമായിട്ട് നടപ്പാക്കപ്പെട്ടാൽ പാലക്കാട് 2ാം സ്ഥാനമല്ല, കേരളത്തിലെ 1ാമത്തെ വ്യവസായ നഗരമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാടിന് ഒരുപാട് സാധ്യതകളുണ്ട്. കോയമ്പത്തൂരുമായിട്ടുള്ള സാമീപ്യം, റോ മെറ്റീരിയലുകൾ കിട്ടാൻ ഏറ്റവും പാലക്കാട് കോയമ്പത്തൂരിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി പാലക്കാടിനെ സംബന്ധിച്ചോളം വ്യവസായത്തിന് ആവശ്യമായിട്ട് റോ മെറ്റീരിയൽ കിട്ടാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു കോയമ്പത്തൂരിൻ്റെ ഒരു സാറ്റലൈറ്റ് ടൗൺ ആണെന്ന് പറയാം. കോയമ്പത്തൂരിനെ സംബന്ധിച്ചോളം ഏത് ആവശ്യത്തിനുള്ള റോ മെറ്റീരിയലും കോയമ്പത്തൂർ അവൈലബിൾ ആണ്. അത്രയേറെ ചെറിയ വ്യവസായങ്ങൾ കോയമ്പത്തൂരുണ്ട്. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട് പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം റോ മെറ്റീരിയലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോയമ്പത്തൂരിലെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സ്ഥാപനങ്ങൾ പാലക്കാടും പരിസരത്തും ആരംഭിക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരുപാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരുപാട് ചെറിയ ഇൻഡസ്ട്രികൾ വരും. 50,000-ത്തിലധികം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും ഇരട്ടിയിലധികം ആളുകൾക്ക് പരോക്ഷമായിട്ടും തൊഴിൽ സാധ്യത ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്തുണ്ട്. അതോടൊപ്പം പാലക്കാടിന് ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ് പാലക്കാടിന് സാധ്യതയുള്ളതാണ്. കാരണം തിരുപ്പൂരുമായിട്ടുള്ള സാമീപ്യം, കോയമ്പത്തൂരുമായിട്ടുള്ള സാമീപ്യം, കൊച്ചി പോർട്ടിൻ്റെ, തിരുപ്പൂരിൻ്റെയും കൊച്ചിയുടെയും ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ് പാലക്കാട്. റെയിൽവേ കോച്ച് ഫാക്ടറിക്കായിട്ട് അക്യൂർ ചെയ്ത ആ സ്ഥലത്ത് ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാലക്കാടിനെ സംബന്ധിച്ചോളം ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ 2 കാര്യമുണ്ട്. പാലക്കാടിന് ലോജിസ്റ്റിക്സ് ഹബ്ബ് വരുന്നതോടുകൂടിയിട്ട് പാലക്കാടിൻ്റെ വ്യവസായ സാധ്യതകൾ വർദ്ധിക്കുക മാത്രമല്ല, ഈ ട്രാഫിക്, ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ഒരു ഇതാണ് തൃശ്ശൂർ മുതൽ കൊച്ചി വരെയുള്ള നാഷണൽ ഹൈവേ. കേരളത്തിലെ ഏറ്റവും ഹെവി ട്രാഫിക്കുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ് വരുന്ന സമയത്ത് കണ്ടെയ്നർ ട്രാഫിക്കിൻ്റെ ഇല്ലാതെയാക്കാൻ കഴിയും. കണ്ടെയ്നർ മൂവ്മെൻറ്റ് മുഴുവൻ നമുക്ക് ത്രൂ റെയിലാക്കാൻ പറ്റും. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ വിഴിഞ്ഞം പരിപൂർണമായിട്ടുള്ള തോതിൽ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ അത്തരമൊരു ലോജിസ്റ്റിക്സ് ഹബ്ബ് പാലക്കാടിന് ആവശ്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, രാമേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു, ചെറിയ വ്യവസായങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നത്. നേരത്തെ ഷൊർണൂരും അതുപോലെ തന്നെ പാലക്കാട് പറളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ കാർഷിക ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായിരുന്നു. ആധുനികവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണ് അതെല്ലാം പൂട്ടപ്പെട്ടത്. അപ്പോൾ പുതിയ വ്യവസായങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ടെക്നോളജി അപ്ഡേഷനുള്ള, ആധുനികവൽക്കരണത്തിനുള്ള ഒരു സാങ്കേതിക സഹായം ലഭ്യമാക്കണം. ഇപ്പോൾ IIT-യുടെ ടെക്നോളജി ഹബ്ബ് വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 100 കോടി രൂപ ചെലവിൽ IIT-യോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ IIT-യുടെ ടെക്നോളജി ഹബ്ബ് വന്നിട്ടുണ്ട്. IIT-യുടെ ടെക്നോളജി ഹബ്ബ് വ്യവസായ മേഖലയ്ക്കൊരു സഹായമാണ്. അതുപോലെ വ്യവസായ മേഖലയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള സാങ്കേതിക സഹായം നൽകുന്നതിനുള്ള, ആധുനികവൽക്കരണത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ പാലക്കാട് വരും. അവർക്ക് ഒരു സാങ്കേതിക സഹായം അവർക്ക് ലഭ്യമാവണം. കാരണം ലോകത്തോടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. നേരത്തെ പോലെ കേരളത്തിലെ ഇൻഡസ്ട്രികളോടല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്ത് മാത്രമുള്ളല്ല, ലോകത്തോടാണ് ഇന്ന് മത്സരിക്കുന്നത്. അതിനനുസരിച്ച് ലോകോത്തര നിലവാരമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള സ്ഥാപനങ്ങളായിട്ട് ഈ സ്ഥാപനങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയണം. അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഫുഡ് ഇൻഡസ്ട്രി പാലക്കാടിന് അനുയോജ്യമായിട്ടുള്ളതാണ്. പാലക്കാടിൻ്റെ കാലാവസ്ഥ അനുസരിച്ചുകൊണ്ട് ഈ കിഴക്കൻ മേഖല പ്രത്യേകിച്ച് മഴ പ്രദേശമാണ്. അപ്പോൾ വെള്ളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വെള്ളം ആവശ്യമുള്ള വ്യവസായങ്ങൾ വരുന്നത് പാലക്കാടിന് അനുയോജ്യമല്ല. മറിച്ച് പാലക്കാട് നെൽകൃഷി, അതുപോലെ തന്നെ മാമ്പഴം പാലക്കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മുതലമട കേന്ദ്രീകരിച്ച് ഈ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും മാമ്പഴം പോകുന്നത് മുതലമടിയിലാണ്. ആ മാമ്പഴം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉള്ള ഫുഡ് ഇൻഡസ്ട്രികളെ നമുക്ക് ആരംഭിക്കാൻ പാലക്കാടിന് സാധ്യതയുണ്ട്. ഇവിടെ ഫുഡ് പാർക്ക് ഉണ്ട്, അതിൻ്റെ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ നാളികേരത്തെ അടിസ്ഥാനമാക്കിയുള്ള, അങ്ങനെ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾ പാലക്കാട് പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായങ്ങളും പാലക്കാടിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്